ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു പ്രശ്നമാണ് ഇതുപോലെ ടൈൽസിൻ്റെ ഇടയിൽ നിന്നും വാതിൽപ്പടിയുടെ ഇടയിൽ നിന്നൊക്കെ ഉറുമ്പ് മണ്ണെടുത്ത് അതൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ ഒരു പ്രശ്നം മിക്ക വീടുകളിലും ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ എവിടെയെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കിടക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തോ പറമ്പിലൊക്കെ മാവും പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിറയെ പുളിയുറുമ്പായിരിക്കും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതേപോലുള്ള കറുത്ത ഉറുമ്പുകൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി വരും. ഏറ്റവും ശല്യം ഇതുപോലെയുള്ള മണ്ണ്, നമ്മുടെ ടൈലിൻ്റെ അടിയിൽ നിന്നൊക്കെ മണ്ണ് ഇങ്ങനെ തുരന്നെടുത്തിട്ട് അവിടെയൊക്കെ മണ്ണ് എടുത്തു കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും ടൈൽസ്. അതുപോലെ തന്നെ നമ്മുടെ വാതിൽപ്പടിയിൽ നിന്നൊക്കെ ഇതേപോലെ മരം കുത്തി കുത്തി അതും നശിപ്പിച്ച് കളയാനായിട്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോവും. അപ്പോൾ ഈ ഒരു ശല്യം, ചെതൽ പോലുള്ള ഉറുമ്പുകളും ചെതലും ഒക്കെ വളരെ ശല്യമാണ്. അപ്പോൾ ഈ ഒരു ശല്യം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാക്കറ്റ്, ഒരു 2 ഗ്രാമിൻ്റെ പാക്കറ്റാണിത്. ജമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മാരക വിഷമാണ്. അപ്പോൾ ഈ ഒരു വിഷം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് യാതൊരു സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്. കുട്ടികളുള്ളിടത്ത് ഇതൊക്കെ മുകളിൽ സൂക്ഷിക്കണം, കുട്ടികളുടെ കൈ എത്താത്തടുത്ത്. അപ്പോൾ ഇതുപോലുള്ള ഉറുമ്പ് ശല്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാതെ പുറത്ത് ഉപയോഗിക്കാം. ഇതുപോലുള്ളൊരു മഞ്ഞ അടയാളം ഉള്ള ഇങ്ങനെയുള്ള കീടനാശിനികളിൽ വിഷം അധികമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കയ്യിലൊന്നും ആകാതെയും നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം നമ്മൾ പിന്നീട് കൈ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് ജമ്പ്, ഇതിന് അധികം വിലയൊന്നുമില്ല. നമ്മുടെ കീടനാശിനികളും വളം ഒക്കെ വിൽക്കുന്ന കടകളിൽ ഇത് കിട്ടും. ഇത് 2 ഗ്രാം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനൊരു 80 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു നമുക്കൊരു 3 ലിറ്റർ വെള്ളത്തിൽ ഇത് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ പറമ്പിലൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പച്ചക്കറികൾക്കൊക്കെ നമ്മൾ കീടനാശിനി അടിക്കുന്ന ഇതേപോലെയുള്ള സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിൽ ഒഴിക്കാതിരിക്കുക. കാരണം ഇത് ഒരു മാരക വിഷമാണ്. അപ്പോൾ ഈ വിഷം നമ്മൾ പച്ചക്കറികൾക്കൊന്നും അടിച്ചു കൊടുക്കരുത് ഒരിക്കലും. ഇനി നമ്മളുടെ വേപ്പിൻ്റെ വലിയ മരമൊക്കെ ആയിട്ടുള്ള പേരയുടെയും വേപ്പിൻ്റെയൊക്കെ കടയിൽ കറുത്ത ഉറുമ്പൊക്കെ വരും. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മാവിൻ്റെ ഇല ഒക്കെ കൂട്ടിയിട്ട് പുളിയുറുമ്പ് കൂടും കേട്ടോ. അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഫലങ്ങളിലും പച്ചക്കറികളിലും ഒന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കലാണ് നല്ലത്. അപ്പോൾ ചെതലിനെ ഉറുമ്പിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വിഷം നമ്മൾ ഒഴിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു കുപ്പി തന്നെ എടുക്കുക. ഇതുപോലെ നമ്മുടെ എല്ലാവരും വീടുകളിൽ ഉണ്ടാകും വെള്ളം കുടിക്കുന്ന കുപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ. ആ ഒരു കുപ്പി മതി. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ചെറിയ ചെറിയ ഹോൾ ഇടണം. നമ്മൾ വലിയ വലിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം അതിൽ കൂടി പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള കോമ്പസൊക്കെ ഉണ്ടാവും. കോമ്പസ് ഇല്ലെങ്കിൽ ചെറിയ തയ്യൽ സൂചിയോ പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇടുക. ഒരു 5-6 ഹോൾസ് ഇട്ടാൽ മാത്രം മതി. അധികം ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് വെള്ളം ഒഴുകിയിട്ട് നമുക്ക് പറമ്പിലും എല്ലായിടത്തും അടിക്കാനായിട്ട് തികഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഒരു പാക്കറ്റ് നമുക്ക് 3 ലിറ്ററിൽ കലക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. കുറച്ച് ആവശ്യമുള്ളെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു നുള്ളു മാത്രം എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കുട്ടികൾക്ക് കയ്യെത്താത്ത സ്ഥലത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മൂടിയിൽ നിറച്ച് ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു 4-5 ഹോളേ ഇട്ടിട്ടുള്ളൂ. അതും നേരിയൊരു സൂചി വെച്ച് കോമ്പസ് വെച്ചാണ് കുത്തിയത്. ഇനി ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പൊട്ടിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലൊന്നും ആകാതെ സൂക്ഷിക്കുക. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച ശേഷം നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഈ 1 ലിറ്റർ കുപ്പിയാണിത്. ഈ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇതിൻ്റെ 1/3 പൊടി മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു നുള്ളൊക്കെ മതിയാകും. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ 1/3 പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുപ്പി വെള്ളം മാത്രം മതി നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ മടക്കി ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എവിടെയെങ്കിലും കുട്ടികൾക്കും ആർക്കും കയ്യെത്താത്തടുത്ത് കൊണ്ടുപോയി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മൾ 3 ലിറ്ററിൽ കലക്കി അത് ഫുള്ളും ഒഴിച്ച് കളയാം.
ഇപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ കലക്കിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറ് പ്രത്യേകിച്ച് നമുക്ക് ഈ നമ്മൾ കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കളറാണ് ഇതിന്. അതുകൊണ്ട് ഒരിക്കലും നമ്മളിത് എടുത്ത് കലക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കരുത്. കാരണം കുട്ടികൾ തെറ്റിദ്ധരിച്ചിട്ട് എടുത്ത് കുടിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഇട വരരുത്. അപ്പോൾ ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഒഴിച്ച് തീർക്കണം. ഒട്ടും എടുത്ത് വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്താണ് ഇത് കൂടുതലും അടിക്കുന്നത്. പുറത്തുനിന്നാണ് സാധാരണ ഉറുമ്പൊക്കെ കയറിയിട്ട് ജനൽ വഴിയൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉറുമ്പ് കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വീടിൻ്റെ ചുറ്റും ജനലിൻ്റെ താഴെയും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് പൈപ്പിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പുറത്ത് മാത്രം ഒഴിച്ചാൽ മതിയാകും. പിന്നെ 1 വർഷത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. ഇതുപോലെ ജനാലിൻ്റെ സൈഡും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഈ ഒരു മരുന്ന് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചുറ്റും ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ മുറ്റത്തിന് ചേർന്നിട്ടുള്ള അരികുവശത്തൊക്കെ ആ വശത്തു നിന്നാണ് നമുക്ക് എപ്പോഴും ഉറുമ്പ് വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇനി അകത്ത് നമ്മളുടെ വീട്ടിലിങ്ങനെ ടൈൽസിൻ്റെ അടിയിൽ നിന്ന് മണ്ണും അതുപോലെ വാതിൽപ്പടിയുടെ അടിയിൽ നിന്ന് മണ്ണൊക്കെ കുത്തിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അകത്ത് കുറച്ച് തളിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ ഒരിക്കലും അതിൽ സ്പർശിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ വീടാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ രാത്രിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രാവിലെ അവിടെ വെള്ളത്തിൻ്റെ അംശം ആ ഒരു ഇതൊന്ന് തുടച്ച് കളഞ്ഞാലും മതി. അപ്പോൾ ഇതുപോലെയുള്ള ഉറുമ്പ് ശല്യം നമ്മുടെ ഫലവൃക്ഷങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഉറുമ്പിനെയൊക്കെ തുരത്താനായിട്ട് ഈ ഒരു മരുന്ന് മതി. ഇത് 1 പ്രാവശ്യം തന്നെ വീടിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒട്ടും ഉറുമ്പുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ വരാം. താങ്ക് യു, ബൈ.